ഇനി നടക്കാൻ പോകുന്നത് ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമായിരിക്കുമെന്ന് പ്രതിപക്ഷ കക്ഷികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പാർലമെന്റിൽ ഇപ്പോൾ അതിന്റെ അലയൊലികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നീട് ബീഹാറിലേക്ക് രംഗം മാറുകയാണ്. 2 ആഴ്ചക്കാലം അവിടെ രാഹുൽ ഗാന്ധി സംസ്ഥാനം മുഴുവൻ സഞ്ചരിക്കാൻ പോവുകയാണ്. അവിടുത്തെ ഈ വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിന് എതിരായിരിക്കും ഈ യാത്ര. ഈ യാത്രയില് വ്യത്യസ്ത ദിവസങ്ങളില് ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിക്കാനാണ് ഇന്ത്യ സഖ്യം ആലോചിക്കുന്നത്. അപ്പൊ ഇതൊരു പോരാട്ടമാണ്. പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. വേണമെങ്കിൽ അതിനെ ഒരു 2ാം സ്വാതന്ത്ര്യ സമരമായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിൽ ഒന്നിച്ചു നിൽക്കണം. അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയത് രാഹുൽ ഗാന്ധിയാണ് എന്ന ബോധ്യം, അതാണ് ഈ ദിവസങ്ങളില് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. BJPയുടെ മടയിൽ കയറിയുള്ള ഒരു ആക്രമണമാണ് രാഹുൽ ഗാന്ധി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അവരുടെ തന്ത്രങ്ങൾ, അവരുടെ വഴികളിലൂടെ. ഈ കഴിഞ്ഞ കാലത്തൊക്കെ ഈ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബിഗ് ഡേറ്റ ഇതുപോലെ ഉപയോഗിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി, അതിന്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി BJP അല്ലാതെ മറ്റൊന്നുമില്ല. അതേ തന്ത്രമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രയോഗിക്കുന്നത്. രാജ്യത്തെ 97.97 കോടി വോട്ടർമാരെ കുറിച്ചുള്ള ഡേറ്റാസ് അത് മുഴുവൻ BJPയുടെ പക്കലുണ്ട്. അത് എവിടെ നിന്ന് ലഭിച്ചു എന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഓരോ ബൂത്തിലും ഓരോ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഓരോ പാർട്ടിക്ക് അല്ലെങ്കിൽ ഓരോ മുന്നണിക്ക് എത്ര വോട്ടുകൾ വീണു അത് കൃത്യമായിട്ടറിയാം. അതുപോലെ ജാതി അടിസ്ഥാനത്തിലുള്ള വോട്ടർമാരെ സംബന്ധിച്ച ഡേറ്റാസ്, ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ BJP പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അതേ തന്ത്രം ഉപയോഗിച്ച് BJPയെ നേരിടാനാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അദ്ദേഹം കർണാടകയിലെ വോട്ടർ പട്ടിക സംബന്ധിച്ച് പരാതികൾ അവതരിപ്പിച്ചതുപോലെ ഹരിയാന അടുത്ത ഒരു ഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമെന്നും മനസ്സിലാകുന്നുണ്ട്. സത്യത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ കേന്ദ്ര സർക്കാരും മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ്. അവർക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ശകുൻ റാണി എന്ന സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു നോട്ടീസ് അയച്ചു എന്നല്ലാതെ വേറൊന്നും ഇലക്ഷൻ കമ്മീഷൻ പറയാനില്ല. ഇടയ്ക്കിടയ്ക്ക് ചില ഭീഷണികളൊക്കെ മുഴക്കുന്നുണ്ട് കേട്ടോ. അതിനൊരു കുറവും വരുത്തുന്നില്ല. അങ്ങനെ ചെയ്ത് കളി, ഇങ്ങനെ ചെയ്ത് കളി, മൂക്കിലിടും, ജയിലിലിടും, അറസ്റ്റ് ചെയ്യും, മാപ്പ് പറയണം, അങ്ങനെയൊക്കെ ചില വിരട്ടലുകൾ. അത് ഈ കമ്മീഷന്റെ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ഔപചാരികമായിട്ടല്ലെങ്കിലും അനൗപചാരിക വിരട്ടലുകൾ നടക്കുന്നുണ്ട്. അത് ശരിയാണ്. അതല്ലാതെ ഇലക്ഷൻ കമ്മീഷനോ ഗവൺമെന്റോ ഒന്നും പറയാനില്ല. ശകുൻ റാണിയുടെ കാര്യം നോക്കുക. രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താ? അവർക്ക് 2 വോട്ടുണ്ട്, അത് രണ്ടും ചെയ്തിരിക്കുന്നു. ശകുൻ റാണി തന്നെയാണോ ചെയ്തതെന്ന് ഉറപ്പില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം ബാധിക്കുന്നില്ല. പക്ഷെ 2 വോട്ടുണ്ടായിരുന്നു, രണ്ടും ചെയ്തിരിക്കുന്നു. എന്താ സംശയം? പിന്നെ ശകുൻ റാണിയുടെ മൊഴി നമ്മൾ നോക്കി. ഈ 2 വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് അതിലൊന്ന് കള്ളവോട്ടാ, അത് കുറ്റകരമാ, അത് പിടിച്ചാൽ അകത്ത് പോകും. അപ്പൊ നിങ്ങളോട് ചോദിക്കുക, 2024 മെയിലോ മറ്റോ നടന്ന തെരഞ്ഞെടുപ്പ് പോളിംഗാ, അന്ന് നിങ്ങൾ 2 വോട്ട് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ, അയ്യോ ഞാൻ ആ തെറ്റ് ചെയ്തിരുന്നേ, ഞാൻ അങ്ങനെ 2 വോട്ട് ചെയ്തിരുന്നേ, ഒരെണ്ണം കള്ളവോട്ടായിരുന്നേ എന്നാരെങ്കിലും സമ്മതിക്കുമോ? ചോദിച്ചാൽ അപ്പടി നിഷേധിക്കുക എന്നുള്ളതല്ലാതെ ആരെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കുമോ ഞാൻ 2 വോട്ട് ചെയ്തെന്ന്? അപ്പോൾ ആ ഒരു മൊഴിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വിശദീകരണം ചോദിക്കൽ കത്തുമായിട്ട് വന്നിരിക്കുക. സത്യം പറഞ്ഞാൽ തട്ടുകടയിലെ പഴംപൊരി പൊതിഞ്ഞു കൊടുക്കുന്ന കടലാസിന്റെ പ്രാധാന്യം പോലും പ്രതിപക്ഷം ആ കത്തിന് നൽകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ശകുൻ റാണിയെ, അവരാണല്ലോ കഥാപാത്രം, അവരെ ടൈംസ് നൗ എന്ന് പറയുന്ന ഒരു ചാനല് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ചെയ്യുന്നത് കണ്ടു. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവരോട് ഞാൻ കർണാടകയിൽ വോട്ട് ചെയ്തു, UP വോട്ട് ചെയ്തു, കോൺപൂരിൽ വോട്ട് ചെയ്തു, ഇതൊന്നും പോരാഞ്ഞിട്ട് പഞ്ചാബിൽ ഭട്ടിൻഡയിൽ വോട്ട് ചെയ്തു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ആ കഥാപാത്രത്തിന്റെ മൊഴിയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ദൈവവചനമായിട്ട് മാറിയിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു വിശദീകരണം കൊടുക്കണമല്ലോ, ജനങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ. അവരിപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത്, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നത് 2024 തെരഞ്ഞെടുപ്പിൽ വലിയ റിഗിങ് അല്ലെങ്കിൽ വലിയ അട്ടിമറി, വോട്ടുമോഷണം നടന്നു എന്ന് തന്നെയാണ്. അവരെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും പറയണ്ടേ? പറയാൻ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലോ അല്ലെങ്കിൽ BJP സർക്കാരിന്റെ കയ്യിലോ ഒന്നുമില്ല. അപ്പൊ കോൺഗ്രസിൽ നിന്ന് ഒരു കുലംകുത്തിയെ കണ്ടെത്തിയിരിക്കുക. കർണാടകയിലെ ഒരു മന്ത്രിയായിരുന്ന KN രാജണ്ണ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന അങ്ങ് നടത്തി. അതായത് മോദി അധികാരത്തിൽ വന്നത് ഇത്തരത്തിൽ കൃത്രിമങ്ങൾ കാണിച്ചിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് നമ്മുടെ സർക്കാർ കർണാടകയിലുള്ള സമയത്താണല്ലോ ഈ വോട്ടർ പട്ടിക ഉണ്ടായത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണ്ടായിരുന്നു.
ഇത്തരത്തിലുള്ള അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പരിഹരിക്കാൻ, അത് ചൂണ്ടിക്കാണിക്കാനും അത് പരിഹരിക്കാനുമുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നടത്തേണ്ടതായിരുന്നില്ലേ? അന്നൊന്നും മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ വെറുതെ ഇങ്ങനെ ആക്ഷേപം പറഞ്ഞിട്ട് എന്താണ് കാരണം? അതായിരുന്നു നമ്മുടെ അണ്ണന്റെ, രാജണ്ണന്റെ ഒരു പ്രസ്താവന. ആ പ്രസ്താവന വന്നപ്പോ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞു ഒരു കടലാസ് എഴുതി വെച്ചിട്ട് മന്ത്രിസഭയിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹം അത് അനുസരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടെ വരുന്ന ഒരു കാര്യം, അദ്ദേഹം എന്താ പറഞ്ഞത്? വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന കാര്യത്തിൽ ഏത് സംസ്ഥാന ഗവൺമെന്റിനാണ് ഇടപെടാൻ പറ്റുക? അത് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുണ്ട്, ഓരോ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ കമ്മീഷനുണ്ട്, അവരുടെ ചുമതലയാണ്. അതിൽ ഗവൺമെന്റിന്, പാർട്ടികൾക്ക് ഇടപെടാം. എന്തെങ്കിലും അനോമലീസ് ഉണ്ടെങ്കിൽ പരിഹരിക്കണം എന്ന് പറയാം, പരാതികൾ കൊടുക്കാം, അത് പരിഹരിക്കാൻ മാർഗങ്ങൾ നേടാം. അതല്ലാതെ ഗവൺമെന്റിനകത്ത് എങ്ങനെ ഇടപെടാൻ പറ്റുക? കോൺഗ്രസിനോട് വീഴ്ച പറ്റിയിട്ടുണ്ടാവും, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്, അന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ വോട്ടർ പട്ടിക ഉണ്ടായത്, തയ്യാറാക്കിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമായി തന്ത്രങ്ങളൊക്കെ. സ്വന്തം നിലയിൽ എന്തെങ്കിലും വിശദീകരണം പറയാൻ, അല്ലെങ്കിൽ ന്യായം പറയാൻ, അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒന്നും കയ്യിലില്ലാതിരിക്കെ എതിർപാളയത്തിൽ നിന്ന് ഒരാളെ കണ്ടെത്തുക, അതൊക്കെ BJPക്ക് വളരെ നിഷ്പ്രയാസം നടത്താൻ പറ്റുന്ന കാര്യങ്ങളാ. അതിന് പറ്റിയൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കർണാടകയിലുണ്ട്. അവിടെ സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയും DK ശിവകുമാറും തമ്മിൽ അധികാരപ്പോര് നടന്നുകൊണ്ടിരിക്കുക. സിദ്ധാരാമയ്യെ മാറ്റിയിട്ട് ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള വലിയ ആവശ്യം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ രാജണ്ണ എന്ന് പറയുന്ന മന്ത്രി സിദ്ധാരാമയ്യയുടെ ഏറ്റവും അടുത്ത ആളാണ്. അപ്പൊ PCC പ്രസിഡന്റാണ് ശിവകുമാർ. അദ്ദേഹത്തിന്റെ കാര്യത്താണ് ഈ പത്രിക പുതുക്കുന്ന ജോലി നടന്നത്. അപ്പൊ കർണാടക PCC പ്രസിഡന്റ് എന്ന നിലയിൽ ശിവകുമാർ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല, അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചു എന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ രാജണ്ണ നടത്തിയത്. അതിന്റെ പിന്നിൽ ആരായിരുന്നുവെന്ന് ഈ കുത്തിരിച്ചോറുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനിയെങ്കിലും നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് ഈ നിശബ്ദത ഒന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് വാസ്തവത്തിൽ നടന്നത് എന്ന് പറയാൻ അവര് തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഈ മമുഞ്ഞി ബാബ കളി ഏറെക്കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നവര് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണുള്ളത്. നിങ്ങളെ BJPയുടെ ഒരു പോഷക സംഘടന അല്ല, അല്ലെങ്കിൽ NDAയുടെ ഒരു ഘടകകക്ഷിയല്ല. നിങ്ങളൊരു സ്വതന്ത്ര സംവിധാനമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ സംവിധാനമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ കേടുകൂടാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങള് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. സാറേ, ഇതൊക്കെ ഈ പദവിയൊക്കെ ഉണ്ടല്ലോ, എത്ര വർഷത്തേക്കാ? പക്ഷെ നിങ്ങൾ ഈ പദവിയിലിരിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ധീരമായ ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ ചരിത്രമുള്ളിടത്തോളം കാലം നിങ്ങളുടെ പേര് സ്മരിക്കപ്പെടും. അല്ലെങ്കിലോ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് സംബന്ധിച്ച ഒരു സ്മരണ ഉണ്ടാവണം.